ഗുഡ് മോർണിംഗ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഹോട്ട് ടോപ്പിക്കാണ് E20 പെട്രോളും പ്രശ്നങ്ങളും. E20 പെട്രോളിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് ചെയ്യുന്നത് ശരിയാണെന്ന് ചോദിച്ചാൽ ശരി തന്നെയാണ്. കാരണം ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു ഐറ്റം എന്ന് വെച്ചാൽ പെട്രോളിയമാണ്, അല്ലെങ്കിൽ ക്രൂഡ് ഓയിലാണ്. അതിൻ്റെ ഒരു ഡിപ്പെൻഡൻസി കുറയ്ക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് ഇങ്ങനത്തെ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിനകത്തൊരു പണി ഇല്ലേന്ന് ചോദിച്ചാൽ പണിയുണ്ട് താനും. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. എനിക്കുള്ളത് ഒരു ഇൻട്രൂഡർ ഉണ്ട്. എനിക്കൊരു സുസുക്കി ഇൻട്രൂഡർ ഉണ്ട്. ആ ഇൻട്രൂഡർ എനിക്ക് കോൺസ്റ്റന്റ് ആയിട്ട് 50-ന് മേളിലാണ് മൈലേജ് കിട്ടിക്കൊണ്ടിരുന്നത്. ഈയിടെയായിട്ട് ഞാൻ ആലോചിച്ചു, എന്താണ് പെട്ടെന്നൊരു മൈലേജ് കുറഞ്ഞതെന്ന്. ഒരു 43-44-ന് മേളിൽ എനിക്ക് മൈലേജ് കിട്ടാതായി. അതിനകത്തുള്ള വില്ലൻ എന്ന് പറഞ്ഞാൽ അത് ഈ E20 പെട്രോൾ തന്നെയാണ്. സംഭവം ഗവൺമെന്റ് ഒരു കാര്യം ചെയ്യായിരുന്നു. പഴയ കുറെ ബൈക്കുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ പഴയ ബൈക്കുകളെല്ലാം കൂടെ, ഇന്ത്യ ഇപ്പോഴും ഒരു വികസിത രാജ്യമല്ല, വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ഇപ്പൊ എൻ്റെ കയ്യിലുള്ളതെല്ലാം പഴയ ബൈക്കുകളാണ്. എൻ്റെ കയ്യിൽ പുതിയ ബൈക്കുകളൊന്നുമില്ല. ഈ പഴയ ബൈക്കുകളൊക്കെ ഓടിച്ചു നടക്കുന്ന നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു 20% ആൽക്കഹോൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പല പല പ്രശ്നങ്ങളും വരും. ഒന്നാമത്തെ കാര്യം ഹോസുകളുടെ കംപ്ലൈന്റ്. പിന്നെ രണ്ടാമത് ഈ എത്തനോൾ എന്ന് പറഞ്ഞ സാധനം ഹൈഡ്രോസ്കോപ്പിക് ആണ്. ഹൈഡ്രോസ്കോപ്പിക് എന്ന് പറഞ്ഞ വസ്തു എന്ന് പറഞ്ഞാൽ അത് അന്തരീക്ഷത്തിലുള്ള മോയ്സ്ചറിനെ മൊത്തം അട്രാക്ട് ചെയ്യുന്നു. ഇങ്ങനെ അന്തരീക്ഷത്തിലുള്ള മോയ്സ്ചറിനെ മൊത്തം അട്രാക്ട് ചെയ്തിട്ട് നേരെ ടാങ്കിനകത്തോട്ട് കൊണ്ടുവരുവാണെങ്കിൽ പെട്രോൾ ടാങ്ക് പെട്ടെന്ന് തുരുമ്പിക്കാനുള്ള പ്രശ്നങ്ങൾ, പിന്നെ നമ്മുടെ ഹോസസിന്റെ കാര്യങ്ങളിലൊക്കെ തീരുമാനവും. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ടത്, നിങ്ങൾക്കൊരു കാർബറേറ്റർ ബൈക്ക് ആണെങ്കിൽ ആ വണ്ടിക്ക് മൈലേജ് നല്ല രീതിയിൽ കുറയും. അത് ഉറപ്പ് കാര്യമാണ്. ഇപ്പൊ ഫ്യൂൽ ഇഞ്ചക്ഷൻ ബൈക്കാണ് ഏറ്റവും ബെസ്റ്റ്. ഇത് എൻ്റെ കാർബറേറ്റർ ബൈക്ക് ആയതുകൊണ്ടാണ് ഇതിനകത്ത് ഇത്രയ്ക്ക് ഡ്രോപ്പ് ഓഫ് ഫ്യൂൽ എഫിഷ്യൻസി എനിക്ക് വന്നത്. ഇതൊരു വല്ലാത്തൊരു ചതി തന്നെ ആയിപ്പോയി. കാരണം E20 ഒറ്റയടിക്ക് എല്ലാം മൊത്തത്തിൽ E20 ആക്കുന്നത് ഒരു വല്ലാത്ത ചതി തന്നെ ആയിപ്പോയി. അത് പറയാതിരിക്കാൻ മേല. ഗവൺമെന്റിന് എന്ത് നേട്ടം ഉണ്ടാവുമെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ ഇമ്പോർട്ട് എത്ര കുറയ്ക്കാന്ന് പറഞ്ഞാലും, നമ്മൾ ഈ പഴയ ബൈക്കുള്ളവരൊക്കെ എന്ത് ചെയ്യാനാണ്. പക്ഷെ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. ഇതിനകത്ത് ബ്രസീൽ എന്ന് പറയുന്ന രാജ്യത്ത് 1990 അല്ലെങ്കിൽ 2000 തൊട്ട് E20 25 വരെ പെട്രോൾ യൂസ് ചെയ്താണ് അവർ, എത്തനോൾ ബ്ലെൻഡ് പെട്രോളാണ് അവർ യൂസ് ചെയ്യുന്നത്. ബ്രസീൽ രാജ്യങ്ങളിൽ ഹിറ്റായിട്ടുള്ള മോഡലുകൾ പലതും ഇന്ത്യയിലുണ്ട്, പല കമ്പനീസിന്റെ. അതിനൊന്നും വലിയ പ്രശ്നം വരാൻ ചാൻസ് ഇല്ല. ഉദാഹരണത്തിന് 2007 മോഡൽ സിറ്റി ഇസ്റക്സിന്റെ പത്രപരസ്യത്തിൽ ഞാൻ അന്ന് കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്, E10 കമ്പാറ്റബിൾ എന്ന്. അത് ഫസ്റ്റ് മോഡൽ. പിന്നെ സെക്കൻഡ് നമ്മുടെ സിറ്റി 2008 സിറ്റിക്കും E10 കമ്പാറ്റബിൾ ആണ്. അതായത് ഹോണ്ട അന്ന് E10 10% വരെ എത്തനോൾ കമ്പാറ്റബിൾ ആയിട്ടുള്ള എഞ്ചിൻ ഡിസൈനാണ് കൊടുത്തിരുന്നത്. ഹോണ്ട സിറ്റി ഉള്ളവരൊന്നും കൊടുക്കണ്ട, നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന് തന്നെ കരുതിക്കൊള്ളുക. കാരണം ഹോണ്ടയാണ് ഇപ്പം ഏറ്റവും കൂടുതൽ E10 കമ്പാറ്റബിൾ ആയിട്ടുള്ള കാറുകൾ പഴയ കാറുകളിലുള്ളത്. ബാക്കി എല്ലാവരും മാരുതി കാറും എല്ലാവരും പണി മേടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നീട് വരുന്നൊരു മാനുഫാക്ചർ എന്ന് പറഞ്ഞാൽ ഫിയറ്റ് ആണ്. ഫിയറ്റിന്റെ കാറുകൾ പ്രത്യേകിച്ചാൽ ഫിയറ്റിന്റെ കാറുകൾ മുക്കാലും ഇവിടെ ഇറക്കിയ ലിനിയായാലും പുന്തോയാലും എല്ലാം ബ്രസീലിനും കൂടെ വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. അല്ലെ ബ്രസീലാണ് അവരുടെ മെയിൻ മാർക്കറ്റ് എന്ന് തോന്നുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും ബ്രസീൽ മാർക്കറ്റിൽ മെയിനായിട്ട് നിന്ന ഫിയറ്റിന് എന്തായാലും അവർ E10 E20 ഒക്കെ കമ്പാറ്റബിൾ ആയിട്ടുള്ള ഡിസൈൻ ആയിരിക്കും കൊണ്ടുവന്നേക്കുന്നത്. ഫിയറ്റിന്റെ പെട്രോൾ കാറുകളും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പരിധി വരെ ഈ പെട്രോളിന് ഒരു തട്ടുകേടില്ലാതെ ഊരിപ്പോരും. മാരുതി അവര് 2018-19 തൊട്ടുള്ള മോഡൽസിനകത്തൊക്കെ E10 കമ്പാറ്റബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരത് അത്ര സ്ട്രെസ് ചെയ്ത് പറയണില്ല. കാരണം എനിക്ക് തോന്നുന്നു അതിന്റെ ഹോസസിലൊക്കെ വ്യത്യാസം കാണുമായിരിക്കും. ബാക്കിയുള്ള മാനുഫാക്ചേഴ്സിന്റെ കാര്യങ്ങൾ എനിക്ക് വലിയ പിടിയില്ല. പക്ഷെ നിങ്ങൾ പുറത്ത് അല്ലെ ബ്രസീലിലും കൂടെ ഉള്ളൊരു മാർക്കറ്റ് മോഡലാണെങ്കിൽ ഫോർഡിന്റെ വരുമ്പോഴത്തേക്കും ഫോർഡിന്റെ എക്കോ സ്പോർട്ട് നല്ല രീതിക്ക് ബ്രസീൽ ഹിറ്റാണ്. ഫോർഡ് എക്കോ സ്പോർട്ടിനകത്ത് മിക്കവാറും E10 പെട്രോൾ ഒന്നും വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്ന് തോന്നുന്നില്ല. ബാക്കി കാറുകളുടെ കാര്യം എനിക്ക് ഡൗട്ടുണ്ട്. പിന്നെ BMW ഉള്ളവർ പേടിക്കുക വേണ്ട. BMW കാറുകൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് E25 വരെ എത്തനോൾ 25 വരെ ബ്ലെൻഡ് ആണെങ്കിലും BMW കാറുകൾക്ക് ഒരു പ്രശ്നമില്ല. അവർ അന്നേ അത് കമ്പാറ്റബിൾ ആയിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. BMW കാറുള്ളവർക്ക് സന്തോഷിക്കാം, ഒരു പ്രശ്നവും വരത്തില്ല അവരുടെ കാറുകൾക്ക് പ്രത്യേകം. ബാക്കിയുള്ള നമ്മൾ വാഗണാർ അങ്ങനത്തെ കാറുകളൊക്കെ ഉള്ളവർ ഒന്ന് കരുതിയിരിക്കണം. കാരണം മൈലേജ് ഡ്രോപ്പ് നല്ല ഗുണം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പ്ലസ് റബ്ബർ ഹോസസിന്റെ പ്രശ്നങ്ങൾ വരും. ഗവൺമെന്റ് പറയുന്നത് നോർമൽ പെട്രോളിനേക്കാളും, അഡ്വൈസറിയിൽ പറയുന്നത് നോർമൽ പെട്രോളിനേക്കാളും ഒക്ടേൻ റേറ്റിംഗ് കൂട്ടുന്നു. അങ്ങനത്തെ പല പ്രശ്നങ്ങളും വരും. ഈ ഹൈഡ്രോസ്കോപ്പിക് ആയ ഒരു വസ്തു നമ്മുടെ പോലത്തെ ഈർപ്പമുള്ള ഒരു സ്ഥലത്ത് പെട്ടെന്ന് ടാങ്ക് തുരുമ്പിക്കാനുള്ള ചാൻസ് കൂടുന്നു. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനിപ്പോൾ എൻ്റെ
ഇൻട്രൂഡർ ഒരാഴ്ചയിൽ കൂടുതൽ അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ പിന്നെ സ്റ്റാർട്ടായി വരാൻ വളരെ പാടാണ്. ഈ സ്റ്റാർട്ടായി വരാൻ വളരെ പാടാവുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ടാങ്കിനകത്തോട്ട് ഈർപ്പം അടിഞ്ഞു കൂടുന്നതാണ്. വണ്ടിക്ക് വെള്ളത്തിന്റെ കൂടെ പെട്രോളിന്റെ കൂടെ കുറച്ച് വെള്ളവും കൂടെ ഉണ്ടെങ്കിൽ വണ്ടിക്ക് ഇഗ്നേറ്റ് ചെയ്യാൻ പാടായിരിക്കും. ആ ഇഗ്നേറ്റ് ചെയ്യാനുള്ള പാടാണ് രാവിലെ കുറച്ചാൾ ഉപയോഗിക്കാതിരിക്കുന്ന ഇപ്പോഴത്തെ പെട്രോൾ വണ്ടികൾക്ക്, പ്രത്യേകിച്ച് കാർബറേറ്ററിന് സ്റ്റാർട്ടിങ് ട്രബിൾ വരാനുള്ള കാരണം. സോ എല്ലാ മാസവും ഒരു ഫ്യൂവൽ അഡിക്റ്റീവ് യൂസ് ചെയ്യുക അതൊരു മാർഗ്ഗമാണ്. കാരണം ഫ്യൂവൽ അഡിക്റ്റീവ് എഞ്ചിനകത്തുള്ള അല്ലെ പെട്രോളിനകത്തുള്ള വെള്ളത്തിനെയൊക്കെ അബ്സോർബ് ചെയ്യാനായിട്ട് സഹായിക്കും. സോ പെട്രോളും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് അല്ലെങ്കിൽ E10 അല്ലെ എത്തനോൾ കാരണം പെട്രോൾ ഞാൻ പറഞ്ഞ ഹൈഡ്രോസ്കോപ്പിക് ആയതുകൊണ്ട് അന്തരീക്ഷത്തിലുള്ള പെട്രോൾ തന്നെ അബ്സോർബ് ചെയ്യുന്നു. അങ്ങനെ അബ്സോർബ് ചെയ്ത പെട്രോളിനെ എന്ത് പറയണ്ടേ വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ ഒഴിവാക്കാനായിട്ട് ഒരു നല്ല ഇഞ്ചക്ടർ ക്ലീനർ സഹായിക്കും. സോ എല്ലാ മാസവും ഇഞ്ചക്ടർ ക്ലീനർ ഉപയോഗിക്കുന്നത് നല്ലൊരു പ്രവണതയാണ്. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ലീക്കൊക്കെ കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മാറ്റുക. അല്ലെങ്കിൽ കുറച്ച് പഴക്കം ചേർന്ന വണ്ടികളാണെങ്കിൽ അല്ലെ 5, 6, 7 വർഷത്തിന് മേൽ പഴക്കമുള്ള വണ്ടികളാണെങ്കിൽ കാറാണെങ്കിലും ബൈക്കാണെങ്കിലും പെട്രോൾ ഹോസസ് ഒക്കെ മാറ്റാനായിട്ട് ശ്രമിക്കുക. പിന്നെ കാർബറേറ്റർ കാറിൽ പഴയ സെന്നൊക്കെ ആണെങ്കിൽ അതിൻ്റെയൊക്കെ ഹോസൊക്കെ നല്ലോണം ഇൻസ്പെക്ട് ചെയ്യുക. കാരണം എത്തനോൾ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഈ ഹോസുകളുടെയൊക്കെ കംപ്ലൈൻറ്റ് അല്ലെ ഹോസുകളൊക്കെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട് കാർബറേറ്റർ കാറുകൾക്ക്. ബൈക്കിന്റെ കേസും ഇത് തന്നെ. കാർബറേറ്റർ ബൈക്കാണെങ്കിലും നല്ലവണ്ണം സൂക്ഷിച്ച് വേണം കൊണ്ടു നടക്കാൻ. പിന്നെ മൊത്തത്തിൽ പറയാനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇരുട്ടടി പോലെ ഒരു 5% ഇപ്പൊ എനിക്ക് 52 കിട്ടിക്കൊണ്ടിരുന്ന വണ്ടി നേരെ 45, 44, 43 കിട്ടുന്നുള്ളൂ. ആ രീതിയിലുള്ളൊരു മൈലേജ് കുറവും പ്രതീക്ഷിക്കാം. ഇതിനകത്ത് നല്ല കാര്യം എന്ന് വെച്ചാൽ